ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ക്ലാസ്. പ്രധാനപ്പെട്ട 2 കലാപങ്ങൾ, അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമാണ്, അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്കൊരു പണ്ടകശാല ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറയുന്ന മുംബൈ ഉണ്ടല്ലോ, മുംബൈ കഴിഞ്ഞാൽ പശ്ചിമ തീരപ്രദേശത്തുണ്ടായിരുന്ന പശ്ചിമതീരം, ഇത് പടിഞ്ഞാറൻ തീരപ്രദേശത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഏത്, ഈ പറഞ്ഞ അഞ്ചുതെങ്ങ് കേട്ടോ. അഞ്ചുതെങ്ങ്, ഈ അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട നിർമ്മിക്കാൻ അനുമതി വാങ്ങിയത് ആരുടെ കയ്യിലെന്ന് ചോദിച്ചാൽ അത് അന്നത്തെ ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണിയുടെ കയ്യിൽ നിന്നാണ് എന്ത് ചെയ്തത്, ബ്രിട്ടീഷുകാർ അനുമതി വാങ്ങിയത്. ഈ അനുമതി വാങ്ങിച്ചെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാണ്, അത് ജോൺ ബ്രാബോൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് കേട്ടോ. അപ്പോൾ റാണിയുടെ അടുത്ത് പോയി സംസാരിച്ച് ഇതൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയ വ്യക്തിയാണ് ആര്, ജോൺ ബ്രാബോൺ. പരീക്ഷയ്ക്ക് ചോദിച്ച PQ ക്വസ്റ്റ്യനാണ് കേട്ടോ, PQ ചോദ്യമാണ്. ഇനി ഇതാ ഈ പറഞ്ഞ ഇതും PQ ചോദ്യമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വേണാട്ടിലെ പ്രധാനപ്പെട്ട പണ്ടകശാല സ്ഥാപിച്ചിരുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്, അത് അഞ്ചുതെങ്ങിലായിരുന്നു കേട്ടോ. ഇനി അഞ്ചുതെങ്ങ് കോട്ടയുണ്ടല്ലോടാ, അഞ്ചുതെങ്ങ് കോട്ട പണി പൂർത്തീകരിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1695 കേട്ടോ. എന്നാണ് 1695. 1690 ഈ പറയുന്ന അനുമതി വാങ്ങുകയും 95 കൂടി പണി പൂർത്തീകരിക്കുകയും ചെയ്തു. മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അഞ്ചുതെങ്ങ് കലാപം പോട്ട് അഞ്ചുതെങ്ങ് ഫോർട്ട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏത് ജില്ലയിലെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് തിരുവനന്തപുരമാണ് കേട്ടോ. അഞ്ചുതെങ്ങ് എന്ന് കേട്ടാലേ നമ്മൾ ആലോചിച്ചോണം എവിടെയാണ്, അത് തിരുവനന്തപുരമാണ് എന്ന് ആലോചിച്ചോണം. ഇനി അഞ്ചുതെങ്ങ് കലാപം എന്തിനായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഞ്ചുതെങ്ങ് കലാപം ഈ പറയുന്ന കുരുമുളകുണ്ടല്ലോ, കുരുമുളകിൻ്റെ വ്യാപാരം അവിടെയുള്ള പ്രാദേശികമായ കച്ചവടക്കാരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ പറയുന്ന പ്രാദേശികമായ കച്ചവടക്കാരുടെ കുത്തക ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഓക്കെ, അപ്പം പ്രാദേശികമായിട്ട് എന്താണ് ഉള്ള ആളുകൾ കച്ചവടം നടത്തുമ്പോൾ അതിൻ്റെ ഒരു ലാഭം യവന്മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ ഒരു കേസ് കൊണ്ട് യവന്മാർ തന്നെ എന്താണ് കച്ചവടം നടത്തിയാൽ നല്ല ലാഭം കിട്ടും. ഓക്കെ, അന്നേ അറിയാലോ, ബ്രിട്ടീഷുകാർ ബാക്കിയുള്ളവരെ ആക്രമിക്കുന്ന ഒരു ശൈലിയാണല്ലോ അതെല്ലാ കാര്യത്തിലും. അങ്ങനെ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക പൂർണ്ണമായും പിടിച്ചെടുത്തു. ഇതിനെതിരെ നടന്ന പ്രാദേശിക കലാപമാണ് കേട്ടോ. ഇതെന്താണ്, ഒരു പ്രാദേശിക കലാപമാണ് ഇത്, അഞ്ചുതെങ്ങ് കലാപം. ഓക്കെയാണേ. ഈ അഞ്ചുതെങ്ങ് കലാപം നടന്നത് 1697. വലിയ കലാപമൊന്നും അല്ലായിരുന്നു, അതായത് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരല്ലേ ഉള്ളായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഭയങ്കര ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ള ബ്രിട്ടീഷ് സൈന്യം എന്ത് ചെയ്തു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പട്ടാളം എന്ത് ചെയ്തു, ഈ അഞ്ചുതെങ്ങ് കലാപം അപ്പോഴേ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ചിത്രത്തിൽ ഏതാണ്ട് ഈ തന്നിരിക്കുന്നതാണ് അഞ്ചുതെങ്ങ് ഫോർട്ട്. പോയിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടിട്ടുണ്ട്, പോയാൽ മതി, അഞ്ചുതെങ്ങി പോയാൽ മതി, നമുക്കെന്താണ് കയറാൻ കേട്ടാ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫ്രീ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിളൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഉമയമ്മ റാണിയുടെ ചിത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഗൂഗിളിൽ എന്താണ് കിട്ടുന്ന ഒരു ചിത്രമാണിത്. അപ്പം എത്രത്തോളം ശരിയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉമയമ്മ റാണി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പം കാണുന്നൊരു പടമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഈ 2 ഫോട്ടോ ഇട്ടതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊന്നാണ് ആറ്റിങ്ങൽ കലാപം. 1721 ഏപ്രിൽ 15. അപ്പോൾ ആറ്റിങ്ങൽ കലാപം ഏത് ജില്ലയിലാണ് നടന്നത് എന്ന് വെച്ചാൽ ഏത് ജില്ലയിലാണ്, തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ. ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം എന്ന് കേൾക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം ജില്ലയാണെന്ന് നമുക്കറിയാം. 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്, ആറ്റിങ്ങൽ കലാപം. എന്നാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപമാണ് കേട്ടോ. ഇനി ഈ കലാപം നടക്കുന്ന സമയത്ത് വേണാട്ടിലെ ഭരണാധികാരി ആര് എന്ന് ചോദിച്ചാൽ അത് ആദിത്യവർമ്മയായിരുന്നു കേട്ടോ. വേണാട് ആ സമയം ഭരിച്ചിരുന്ന രാജാവാരെന്ന് ചോദിച്ചാൽ ആരാണ്, അത് ആദിത്യവർമ്മ. അപ്പോൾ ഈ ആറ്റിങ്ങൽ എന്ന് പറയുന്ന പ്രദേശത്തെ വ്യാപാര കുത്തകയൊക്കെ മുഴുവനായിട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെന്താണ് ഈ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങളും പാരിതോഷികങ്ങളും കൊടുത്ത് അവരെ എന്താണ് ഇവരുടെ കൂടെ ആക്കി. അപ്പോൾ അവരെന്താണ് അവിടെയുള്ള ജനങ്ങളെ എന്താണ് ഭയങ്കരമായിട്ടൊന്നും നോക്കുന്നില്ല. ബ്രിട്ടീഷുകാർക്ക് അവരുടെ രീതിയിൽ കച്ചവടമൊക്കെ നടത്താൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ആറ്റിങ്ങൽ റാണിക്ക് കുറേ ഉപഹാരങ്ങളും, അതായത് സ്വർണവും വസ്ത്രങ്ങളും ഒക്കെയായി പോയ ബ്രിട്ടീഷ് കൂട്ടം, അതായത് ഒരു 140-ലധികം വരുന്ന ഒരു ബ്രിട്ടീഷ് കൂട്ടം. ഓക്കെയാണ്.
ആ ബ്രിട്ടീഷ് കൂട്ടത്തെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകൾ സംഘടിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്തു. ആക്രമിച്ചത് മാത്രമല്ല, ആക്രമിച്ച് അവരെ എന്ത് ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു കേട്ടോ. ആക്രമിച്ച് കൊലപ്പെടുത്തി. ഓക്കെ, അവരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗിഫോർഡ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് കേട്ടോ. കൊല്ലപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡാണ്. ഈ പറയുന്ന കൊല്ലപ്പെട്ടവരുടെ ശരീരം അതിനുശേഷം കലാപകാരികൾ ആറ്റിങ്ങൽ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത്. ആറ്റിങ്ങൽ പുഴയാണ് ഏത്? വാമനപുരം പുഴ കേട്ടോ. വാമനപുരം പുഴ. ഓക്കെയാണ്. അങ്ങനെ എന്താണ്, ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് രൂക്ഷിതമായ അല്ലെങ്കിൽ എന്താണ് രക്തനിറമായി മാറിയത് ആറ്റിങ്ങൽ പുഴ എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ എഴുതി വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. ഈ പറയുന്ന കലാപം ഉണ്ടല്ലോ, ഈ കലാപം അവിടെ പ്രാദേശികമായിട്ട് അടിച്ചമർത്താൻ സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്തു? തലശ്ശേരിയിൽ നിന്നും ബ്രിട്ടീഷ് സൈന്യത്തെ എന്താണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരെ ഇറക്കി. അങ്ങനെ തലശ്ശേരിയിൽ നിന്നുള്ള ബ്രിട്ടീഷ് പട്ടാളമാണ് എന്ത് ചെയ്തത്? ഈ ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തുന്നത്. ഇനി ബ്രിട്ടീഷുകാരും അതുപോലെ തന്നെ വേണാടും തമ്മിൽ ഓക്കെയാണ്. അപ്പോൾ വേണാട് അന്നൊരു നാട്ടുരാജ്യമാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ്, ബ്രിട്ടീഷുകാർ ഒരു നാട്ടുരാജ്യവുമായിട്ട് ആദ്യമായിട്ട് എന്താണ് ഒരു ഉടമ്പടിയിൽ ഒപ്പുവെച്ചു, ഒരു സന്ധിയിൽ ഒപ്പുവെച്ചു. അതാണ് വേണാട് ഉടമ്പടി കേട്ടോ. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിച്ചാൽ അത് 1723. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒപ്പിട്ട വ്യക്തിയാണ് അലക്സാണ്ടർ ഓമാണ്. നമ്മുടെ വേണാടിന് വേണ്ടി ഒപ്പിട്ടത് മാർത്താണ്ഡവർമ്മ. ഈ മാർത്താണ്ഡവർമ്മയാണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ ഭരിച്ച ആദ്യത്തെ ഭരണാധികാരി. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇനി ഈ പറയുന്ന വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചപ്പോൾ ഒപ്പുവെച്ചതിനെ തുടർന്ന് കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന സന്ധിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സന്ധിയിൽ എഴുതപ്പെട്ട പ്രകാരം ആറ്റിങ്ങൽ കലാപത്തിലെ നേതാക്കളെ മുഴുവൻ ശിക്ഷിക്കപ്പെട്ടു. അതായത് ബ്രിട്ടീഷുകാരാൽ ശിക്ഷിക്കപ്പെട്ടു. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിലെ നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടു. ഇനി ഈ പറഞ്ഞ കലാപം മൂലം ബ്രിട്ടീഷുകാർക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ഭരണാധികാരി നൽകി. ഓക്കെ, അപ്പം ബ്രിട്ടീഷുകാർക്ക് എന്താണ്, നഷ്ടപരിഹാരം ലഭിച്ചു. ഇനി കുരുമുളകിൻ്റെ കച്ചവടത്തിൻ്റെ കുത്തക പൂർണ്ണമായും ആരുടെ കയ്യിലെത്തി? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു കേട്ടോ. ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് ശേഷം പിന്നീടും പ്രാദേശികമായിട്ട് എന്താണ് ആളുകൾ കച്ചവടം നടത്തിയിരുന്നെങ്കിലും ഈ പറയുന്ന വേണാട് സന്ധിയോടുകൂടി എന്ത് ചെയ്തു? കുരുമുളകിൻ്റെ കച്ചവടത്തിൻ്റെ കുത്തക പൂർണ്ണമായും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതുപോലെ തന്നെ വേണാട്ടിൽ എവിടെയും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ വ്യാപാരശാല പണിയാനുള്ള അനുമതിയും അവർക്ക് എന്താണ് ലഭിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന രണ്ട് കലാപങ്ങളായിട്ട് പഠിക്കാനുള്ള